ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. SPC ക്വിസിനും SPC പ്രവേശന പരീക്ഷയ്ക്കും ഒക്കെ ഉൾപ്പെടെ സഹായകമാകുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ഉറപ്പായും ക്വിസിന് വരുമെന്നോ പ്രവേശന പരീക്ഷയ്ക്ക് ഉണ്ടാകുമെന്നോ ഒന്നല്ല പറയുന്നത്. എങ്കിലും SPC കേഡിറ്റ് ആകണമെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ പോകരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. ചാനലിന്റെ സപ്പോർട്ട് അറിയിക്കാൻ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് SPCയുടെ ഫുൾ ഫോം തന്നെയാണ്. അതാണ് ഏറ്റവും ബേസിക് കാര്യം. SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. SPCയെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ് അതിന്റെ ഫുൾ ഫോം. SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. SPCക്ക് ഒരു ആപ്തവാക്യം കാണും. അത് വി ലേൺ ടു സെർവ്. വി ലേൺ ടു സെർവ്. നല്ല ആപ്തവാക്യം. അതാണ് SPCയുടെ ആപ്തവാക്യം. വി ലേൺ ടു സെർവ്. 2010 ഓഗസ്റ്റ് 2-നാണ് SPC ആരംഭിക്കുന്നത്. 2010 ഓഗസ്റ്റ് 2. ഇനി അതിന്റെ പ്രത്യേകത, കേരളത്തിലാണ് SPC ആരംഭിക്കുന്നത്. കേരള പോലീസും കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് 2010 കേരളത്തിൽ SPC ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞ് 2018 ഇന്ത്യയിലെ ദേശീയ തലത്തിൽ SPC ആരംഭിക്കുന്നത്. അതിന് അന്നത്തെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് നേതൃത്വം നൽകിയത്. 2010 കേരളത്തിൽ കേരള പോലീസും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് SPCക്ക് തുടക്കം കുറിക്കുന്നു. അത് കഴിഞ്ഞ് 2018 അത് ദേശീയ തലത്തിൽ വരുന്നത്. അതിന് തുടക്കം കുറിച്ചത് അന്നത്തെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. ഇനി SPCക്ക് ഒരു ഗീതമുണ്ട്. SPC ഗീതം. അത് ഉണർന്നിരിക്കും ഹൃദയങ്ങൾ എന്നാണ് ആരംഭിക്കുന്നത്. അതോർത്ത് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഉണർന്നിരിക്കും ഹൃദയങ്ങൾ. അത് എഴുതിയത് ആരാണെന്ന് അറിയൂ? കെ ജയകുമാർ IAS. കെ ജയകുമാർ IAS ആണ് ഉണർന്നിരിക്കും ഹൃദയങ്ങൾ എന്ന SPC ഗീതം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ചെയർമാനാണ് ഈ കെ ജയകുമാർ IAS. അപ്പൊ അദ്ദേഹമാണ് SPC ഗീതം എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് തുടങ്ങുന്നത്? ഉണർന്നിരിക്കും ഹൃദയങ്ങൾ. ഇനി അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഒരു ദേശീയ ഗീതവുമുണ്ട് SPCക്ക്. അത് ഏതാണെന്നറിയുമോ? പങ്ക് നെഹി ഹേ നെയ് ഹേ ഉഡാൻ. ഏതാണ്? പങ്ക് നെയ് ഹേ ഉഡാൻ. അത് ദേശീയ ഗീതം. അത് പ്രശസ്ത ബോളിവുഡ് ഗായകനായ ഷാൻ ആണ് ആലപിച്ചിരിക്കുന്നത്. ഷാൻ ആലപിച്ച ദേശീയ ഗീതം പങ്ക് നെയ് ഹേ ഉഡാൻ. എങ്കിൽ കേരളത്തിലത് ഉണർന്നിരിക്കും ഹൃദയങ്ങൾ എന്ന് ആരംഭിക്കുന്നത് എഴുതിയത് കെ ജയകുമാർ IAS. ഇനി SPC ദിനം എന്നായിരിക്കും. നമ്മൾ പറഞ്ഞു 2010 ഓഗസ്റ്റ് 2-നാണ് SPC ആരംഭിച്ചത്. അപ്പോൾ SPC ദിനം എന്നായിരിക്കും? ഓഗസ്റ്റ് 2-നാണ്. ഓഗസ്റ്റ് 2 SPC ഡേ. ഇനി നാഷണൽ ലെവലിൽ ഒരു കേഡറ്റ് ദിനമുണ്ട്. കേഡറ്റ്മാർക്ക് ഒരു ദിനം, നാഷണൽ കേഡറ്റ്സ് ഡേ. അതെന്താണെന്ന് അറിയുമോ? അത് ജനുവരി 17. മാറിപ്പോകരുത്. SPC ദിനം എന്നാണ്? ഓഗസ്റ്റ് 2-ന്. അത് SPC ആരംഭിച്ച ദിനം. കേഡറ്റ്സ് ഡേ ജനുവരി 17. ഇനി SPCയുടെ പതാക കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. അതിന് നീല നിറമാണ്. പതാകയുടെ നിറം ഏതാണ്? നീല, ബ്ലൂ കളർ ഫ്ലാഗ് ആണ് SPCയുടേത്. ഇനി അവരുടെ യൂണിഫോം കാക്കി യൂണിഫോം ആണെന്നും അറിയാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ യൂണിഫോമിനൊപ്പം ഒരു നീല കളർ തൊപ്പിയുണ്ട്. SPCയുടെ ഒരു പ്രത്യേകതരം നീല കളർ തൊപ്പി. അതിനൊരു പേരുണ്ട്. ആ പേര് ഓർത്തിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ് അവരുടെ നീല തൊപ്പിക്ക് പറയുന്നത്. അത് ബീററ്റ് ക്യാപ്പ്. അപ്പം നീല പതാക, കാക്കി യൂണിഫോം, തൊപ്പിയുടെ പേര് ബീററ്റ് ക്യാപ്പ്. അത് ബ്ലൂ കളർ തൊപ്പി. ഇനി SPCയുടെ ഉദ്യോഗസ്ഥ തലം 3 ലെവലിലായിട്ടാണ് SPC ഉള്ളത്. സ്റ്റേറ്റ് ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിൽ, സ്കൂൾ ലെവലിൽ. അതില് സ്റ്റേറ്റ് ലെവലിലെ ഹയർ ഓഫീസർ, അത് സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ ആണ്. സംസ്ഥാന തലത്തിൽ SPCയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ ആണ്. എങ്കിൽ ആദ്യത്തെ SPCയുടെ സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ ആരായിരിക്കും? അത് P വിജയൻ IPS. P വിജയൻ IPS. ആ പേരൊക്കെ ഓർത്തു വെക്കണം. P വിജയൻ IPS ആണ് ആദ്യത്തെ SPC സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ. എങ്കിൽ ഇപ്പോഴത്തെ ആരാണ്? S അജിത ബീഗം. S അജിത ബീഗം ഇപ്പോഴത്തെ സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ. അപ്പോൾ P വിജയൻ IPS-ഉം
എസ് അജിത ബീഗം. ആ രണ്ടു പേരും ഓർക്കുക, മാറിപ്പോകരുത്. SPCയുടെ സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസേഴ്സ് ആണ്. ഡിസ്ട്രിക്ട് ലെവലിലേക്ക് വരുമ്പോൾ ഈ SPCക്ക് നേതൃത്വം നൽകുന്നത് ഒരു ഡിസ്ട്രിക്ട് ലെവൽ നോഡൽ ഓഫീസർ തന്നെയാണ്. അദ്ദേഹം DYSP റാങ്കിലുള്ള ഒരു വ്യക്തിയായിരിക്കും. ഡിസ്ട്രിക്ട് ലെവലിൽ നോഡൽ ഓഫീസർ ആകുന്നത് DYSP റാങ്കിങ്ങിലുള്ള ഒരാളായിരിക്കും എന്നത് ഓർക്കുക. ഇനി ജില്ലാ തലത്തിൽ തന്നെ SPCക്ക് ഒരു ഉപദേശക സമിതി ഉണ്ട്. ആ ഉപദേശക സമിതിയുടെ രക്ഷാധികാരിയാണ് ആരാണെന്ന് അറിയുമോ? അത് ജില്ലാ കളക്ടർ ആയിരിക്കും. രണ്ട് കാര്യം ഓർക്കേണ്ടത്, ഡിസ്ട്രിക്ട് ലെവലിൽ ഇതിന് നേതൃത്വം നൽകുന്ന നോഡൽ ഓഫീസർ ആരായിരിക്കും? ഒരു DYSP റാങ്കിങ്ങിലുള്ള വ്യക്തിയായിരിക്കും. ജില്ലാ തലത്തിലുള്ള ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ജില്ലാ കളക്ടറുമായിരിക്കും. ഇനി SPC ജില്ലകൾ എത്ര എണ്ണമുണ്ട്? നമുക്കറിയാം കേരളത്തില് ആകെ 14 ജില്ലകളാണുള്ളത്. പക്ഷെ SPCക്ക് വേണ്ടി SPC ജില്ലകൾ എന്ന് പ്രത്യേകം തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ എത്ര SPC ജില്ലകളുണ്ടെന്ന് അറിയുമോ? 20 എണ്ണം. 20 SPC ഡിസ്ട്രിക്ട് ഉണ്ട്. ഇനി സ്കൂൾ തലത്തിലേക്ക് വരുമ്പോൾ, സ്കൂൾ തലത്തില് ഉപദേശക സമിതിയുടെ ചെയർമാൻ, SPCക്ക് വേണ്ടിയുള്ള സ്കൂൾ തല ഉപദേശക സമിതിയുടെ ചെയർമാൻ സ്വാഭാവികമായും ആ സ്കൂളിലെ പ്രഥമാധ്യാപകനായിരിക്കും. ഒന്നെങ്കിൽ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ്. അവരായിരിക്കും സ്കൂൾ ലെവലിൽ SPCക്ക് നേതൃത്വം നൽകുന്ന ഉപദേശക സമിതിയുടെ ചെയർമാൻ. ഇനി സ്കൂളിലേക്ക് വരുമ്പോൾ, സ്കൂളില് SPCയുടെ ചാർജുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണും. അദ്ദേഹത്തിന് എന്താ പറയുന്നത് അറിയുമോ? DI, ഡ്രിൽ ഇൻസ്ട്രക്ടർ എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഡ്രിൽ ഇൻസ്ട്രക്ടർ. അദ്ദേഹമാണ് സ്കൂൾ ലെവലിലുള്ള SPCയുടെ ചാർജുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ. ഇനി അതുപോലെ തന്നെ സ്കൂളിൽ ഈ SPCയുടെ ചാർജുള്ള അധ്യാപകനും ഒരു പേരുണ്ട്. അത് CPO, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ. ഇത് മാറിപ്പോകരുത്. SPCയുടെ ചാർജുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് ഡ്രിൽ ഇൻസ്ട്രക്ടർ. ഇത് SPCയുടെ ചാർജുള്ള അധ്യാപകന്റെ പേര് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ, CPO. ആ രണ്ട് കാര്യവും ഓർത്തു വെക്കുക. ഇനി ഇപ്പൊ കേരളത്തിലെ DGP ആരാണ്? ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ DGP. അത് റവാഡ R ചന്ദ്രശേഖർ ആണ്. ആ പേര് ഓർത്തു വെക്കുക, റവാഡ R ചന്ദ്രശേഖർ, കേരളത്തിന്റെ ഇപ്പോഴത്തെ DGP. ഇനി കേരള പോലീസിനെയൊക്കെ നിയന്ത്രിക്കുന്ന കേരള പോലീസിന്റെ ആഭ്യന്തരമന്ത്രി, കേരളത്തിന്റെ ഇപ്പോഴത്തെ ഹോം മിനിസ്റ്റർ, അതാരാണ്? അത് രമേശ് ചെന്നിത്തലയാണ്, കേരളത്തിന്റെ ഇപ്പോഴത്തെ ഹോം മിനിസ്റ്റർ. ഈ വർഷം മുതൽ മികച്ച SPC കേഡറ്റുമാർക്ക് പുതിയൊരു പുരസ്കാരം കൊണ്ടുവരുന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. ആ പുരസ്കാരത്തിന് അദ്ദേഹം ഒരു പേരും നൽകിയിരുന്നു. എന്താണ് ആ അവാർഡിന്റെ പേര്? ഹോം മിനിസ്റ്റേഴ്സ് ട്രോഫി. അത് പുതുതായിട്ട് വരാൻ പോകുന്നതാണ്, അത് ഓർക്കുക. ഹോം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് ഹോം മിനിസ്റ്റേഴ്സ് ട്രോഫി, മികച്ച SPC കേഡറ്റുമാർക്ക് നൽകുന്ന പുതിയ പുരസ്കാരം. അതുപോലെ തന്നെ SPCക്കാര് ഏറ്റവും പ്രാധാന്യം നൽകേണ്ട മേഖല ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിലാണ്. ലഹരി വിരുദ്ധ പദ്ധതികളിലൊക്കെ അവർ ഭാഗമാകണം. അത്തരം പ്രവർത്തനങ്ങളിൽ ശക്തമാകണമെന്നും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു. എങ്കിൽ കേരളത്തിൽ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ലഹരി വിരുദ്ധ പദ്ധതിയുടെ പേര് എന്ത്? ഈ അടുത്ത പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ. ഈ അടുത്താണ് അതിന്റെ പേര് കമ്മീഷൻ ചെയ്തത്. ഏതാണ് കേരളത്തിൽ പുതുതായി വന്നിരിക്കുന്ന ലഹരി വിരുദ്ധ പദ്ധതി? ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട്. ആ പേര് ഒരു സിനിമ പേരൊക്കെ പോലെ ഉണ്ട്, അപ്പൊ അത് ഓർത്തു വെക്കുക. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട്. ആ മുഴുവൻ പേരും പഠിക്കാൻ തന്നെ ശ്രമിക്കുക. ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട്, പുതിയ കേരളത്തിലെ ലഹരി വിരുദ്ധ പദ്ധതി. ഇനി SPCക്ക് കീഴിൽ ഒരു പ്ലാറ്റൂണിൽ എത്ര കേഡറ്റുമാരാണ് പരമാവധി ഉള്ളത്? ഒരു പ്ലാറ്റൂണിൽ 22 കേഡറ്റുമാർ, 22 കേഡറ്റ്സ്. ആ നമ്പറൊക്കെ ഓർത്തിരിക്കുക. കേരളത്തിൽ SPCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരളത്തിൽ SPCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി SPCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ചാല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവനന്തപുരം. ഏതാണ് SPCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള സ്കൂൾ? തിരുവനന്തപുരത്തെ ചാല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. തിരുവനന്തപുരം തന്നെയാണ് കേരളത്തിലെ SPCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ രണ്ട് കാര്യവും പ്രധാനപ്പെട്ടതാണ്, ഓർക്കുക. ഇനി SPC നടത്തുന്ന ഒരു പാഠ്യ പദ്ധതി ഉണ്ട്. അതിനൊരു പേരുണ്ട്, ഒരു പ്രത്യേക പേര്. SPC നടത്തുന്ന പാഠ്യ പദ്ധതി, അതിന്റെ പേര് ദൃശ്യപാഠം. ദൃശ്യപാഠം നമ്മൾ കണ്ടുകൊണ്ട് ദൃശ്യം ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓർക്കുക, SPC നടത്തുന്ന പാഠ്യ പദ്ധതിയുടെ പേര് ദൃശ്യപാഠം.
അതുപോലെ തന്നെ ഒരു ഊർജ്ജ സംരക്ഷണ പദ്ധതിയുണ്ട് ഈ SPC. അത് അവർ ഒറ്റയ്ക്കല്ല നടത്തുന്നത്, മറ്റൊരു സ്ഥാപനവുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ഊർജ്ജ സംരക്ഷണ പദ്ധതി SPC നടത്തുന്നത്. അത് ഏതാണ് ആ സ്ഥാപനം എന്ന് അറിയുമോ? BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പം SPCയും BPCLും ചേർന്നാണ് അവരുടെ ഊർജ്ജ സംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നത്. അതുപോലെ തന്നെ കേരള പോലീസും SPCയും ചേർന്ന് റോഡ് സുരക്ഷ, ഗതാഗത മാർഗത്തിലെ റോഡിലെ സുരക്ഷയൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടി സുഗമമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി അവരൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അത് ശുഭയാത്ര. അപ്പൊ പാഠ്യപദ്ധതി ഏതായിരുന്നു? ദൃശ്യപാഠം. ഊർജ്ജ സംരക്ഷണ പദ്ധതി BPCLനോടൊപ്പം കേരള പോലീസിന്റെ കൂടെയുള്ള ഗതാഗത വാഹനങ്ങളുടെ ഗതാഗത അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ശുഭയാത്ര. ഇനി അതിനൊരു മാസ്കോട്ടും കൂടിയുണ്ട്. ശുഭയാത്ര പദ്ധതിയുടെ മാസ്കോട്ട് അത് പപ്പു എന്ന സീബ്ര ക്രോസിംഗ്. പപ്പു എന്ന സീബ്രയാണ് ശുഭയാത്ര പദ്ധതിയുടെ മാസ്കോട്ട്. ഇനി SPC അതുപോലെ തന്നെ അവരുടെ പരേഡ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചോദിക്കാറുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല, എങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പരേഡില് അറ്റൻഷനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കാലുകൾ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസസ്, എത്ര അകലെയാണ് നമ്മൾ, ഏത് ആംഗിളിലാണ് നമ്മുടെ കാലുകൾ വെക്കേണ്ടത്. അത് 30 ഡിഗ്രിയാണ്. നമ്മുടെ കാലുകൾക്കിടയിൽ 30 ഡിഗ്രി കോണിൽ ആംഗിളിൽ നമ്മൾ കാല് വെക്കണം അറ്റൻഷൻ നിൽക്കുമ്പോൾ. ഇനി സ്റ്റാൻഡിറ്റീസ് ആകണമെങ്കിൽ സ്റ്റാൻഡിറ്റീസിൽ നമ്മുടെ കാലുകൾ തമ്മിലുള്ള വ്യത്യാസം, അകലം എത്രയായിരിക്കും? 10 ഇഞ്ചാണ്. സെന്റിമീറ്ററോ മീറ്ററോ അല്ല, 10 ഇഞ്ച്. അപ്പോൾ അറ്റൻഷൻ നിൽക്കുമ്പോൾ 30 ഡിഗ്രി ആംഗിൾ ഡിഫറൻസ്, സ്റ്റാൻഡിറ്റീസ് നിൽക്കുമ്പോൾ 10 ഇഞ്ചിന്റെ വ്യത്യാസം. നമ്മൾ ക്വിക്ക് മാർച്ച് നടത്തുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ക്വിക്ക് മാർച്ച് നടത്തി പോകുമ്പോൾ നമ്മുടെ കാല് തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കണം? അത് 24 ഇഞ്ചായിരിക്കണം. 24 ഇഞ്ച്. അപ്പം ഇത് SPCയുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി കേരള പോലീസുമായി ബന്ധപ്പെട്ടും മറ്റു കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ട വിവരങ്ങളും ഒക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.